ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് എങ്ങനെ നൊടിയിടയിൽ ഒരു പിക്കിൾ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതും നമ്മുടെ മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ, മാമ്പഴത്തിന് ഒട്ടും ക്ഷാമമില്ലാത്തത് കൊണ്ട് തന്നെ പച്ചമാങ്ങയും പഴുത്ത മാങ്ങയൊക്കെ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള സീസണാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള നല്ല ചെനത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് എടുക്കുക മാത്രമല്ല, കഴിച്ച് നോക്കുന്നുണ്ട്. നമ്മുടെ അച്ചാറിലേക്ക് മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കുന്നത് കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ 2 മാങ്ങയല്ലേ എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതിന് പാകമായിട്ടുള്ള ഇൻഗ്രീഡിയൻസും മതിയേ. ഇനി ഇതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കട്ടിങ്സൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നന്നായി കഴുകി തുടച്ചെടുത്തൊരു പാത്രത്തിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോസൊക്കെ ഇട്ട് കൊടുക്കുകയാണേ. പച്ചയും മഞ്ഞയും ചുവപ്പും ഓറഞ്ചും എല്ലാം കൂടി കലർന്ന മാംഗോസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിലേക്ക് ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പിക്കിൾ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് ഇടുന്നില്ല, അത്യാവശ്യം എരിവിന് വേണ്ടിയത് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ അച്ചാറിന് പുളി, മാങ്ങ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വേണ്ട, പുളി ഉണ്ടാവുമല്ലോ ഓൾറെഡി. അപ്പോൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു അച്ചാറിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് കുക്ക് ചെയ്യുന്നില്ല, ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ആവശ്യത്തിൽ ചൂടാറി തണുത്ത വെള്ളം കൂടാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഇപ്പം തന്നെ കണ്ടിട്ട് കൊതിയാവുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടച്ചു വെക്കാൻ പറ്റിയൊരു ജാറിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു 5 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും സെറ്റാവും. 3 ദിവസം കൊണ്ട് തന്നെ സെറ്റാവുന്നതാണ്. പുറത്ത് വെക്കുകയാണെങ്കിൽ 2 ദിവസമൊക്കെ വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ അതേ നമ്മുടെ കിടക്കാച്ചി 1 മിനിറ്റ് കൊണ്ട് തന്നെ കിഡിലനായിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.